ഹരി ഓം. ഏവർക്കും വൃന്ദാവനത്തിന്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം. ഞാൻ ദേവനന്ദു. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് നമ്മുടെ ഗ്രഹങ്ങളുടെ മാറ്റങ്ങൾ അല്ലെ. 2025 മിക്ക ഗ്രഹങ്ങളും രാശി മാറുന്നുണ്ട് അല്ലെ. എല്ലാ ഗ്രഹങ്ങളും വ്യാഴം രാശി മാറുന്നുണ്ട്, ശനി രാശി മാറി, അതുപോലെ തന്നെ രാഹു കേതുക്കൾ രാശി മാറുന്നുണ്ട്. പിന്നെ മറ്റു ഗ്രഹങ്ങൾ കൃത്യ ടൈമുകൾ അനുസരിച്ച് മാറുന്നുണ്ട്. പ്രധാനപ്പെട്ട ഗ്രഹങ്ങളായ ഇവര് 4 പേരും രാശി മാറുന്നുണ്ട്. ഇതിന്റെ എല്ലാം തനിയുള്ള വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതെന്ന് പറയുന്നത് ഒരു കോമ്പിനേഷൻ, മൊത്തത്തില് വ്യാഴവും ശനിയും രാഹുവും കേതുക്കളും എല്ലാം കൂടി ചേർന്ന് നിൽക്കുമ്പോൾ ഓരോ രാശിക്കാർക്ക് എന്തൊക്കെ കാര്യങ്ങൾ, അല്ലെങ്കിൽ ലഗ്നം ഒക്കെ, രാശി ലഗ്നം കൂടി നോക്കാവുന്നതാണ്. നിങ്ങളുടെ രാശിയുടെ ഫലവും ലഗ്നയുടെ ഫലവും എടുത്തു കണ്ടോളൂ. അതിനനുസരിച്ചുള്ള വീഡിയോസ് തന്നെയാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്തേക്കുന്നത് കേട്ടോ. അതിനനുസരിച്ചുള്ള രാശി മാത്രം വെച്ച് നോക്കാവുന്ന രീതിയിലല്ല, രാശിയും ലഗ്നവും നിങ്ങൾക്ക് നോക്കാവുന്ന രീതിയിൽ തന്നെയാണ് നമ്മൾ വീഡിയോ ക്രിയേറ്റ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഓരോ രാശിക്കാർക്കും മൊത്തത്തിൽ എങ്ങനെയുണ്ട്. അപ്പൊ ഒരു ഗ്രഹം മാത്രം നമ്മളെ അത്ര ഇൻഫ്ലുവൻസ് ചെയ്യുന്നില്ല. അപ്പം എല്ലാ ഗ്രഹങ്ങളുടെയും കൂടെ മാറ്റം നമുക്ക് എങ്ങനെയുണ്ട് എന്നും കൂടി നോക്കേണ്ട ആവശ്യം നമുക്കുണ്ടല്ലേ. നമുക്ക് വളരെ ഒത്തിരി നീട്ടാതെ നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം. ആവശ്യമായി നിങ്ങൾക്ക് അറിയേണ്ട കാര്യങ്ങൾ, നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ മാത്രം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള വീഡിയോസ് ആണ് ഇതെന്ന് കേട്ടോ. ഒരു വീഡിയോയുടെയെങ്കിലും അവസാന ഭാഗം കൂടി കാണുന്ന നിങ്ങൾക്ക് വളരെയധികം ഉത്തമമായിരിക്കും കേട്ടോ. അപ്പൊ വീഡിയോ തുടങ്ങുന്ന മുമ്പായിട്ട് വീഡിയോ ലൈക്ക് ചെയ്തിട്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാൻ തുടങ്ങുക കേട്ടോ. മകരരാശി അല്ലേ. ഉത്രാടം, മുക്കാല്, തിരുവോണം, അവിട്ടമരടങ്ങുന്ന 2 നക്ഷത്രമാണ് മകരരാശി എന്ന് പറയാം. ഓക്കെ, മകരരാശിക്കാര് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം 29 മാർച്ചിന് ശനി രാശി മാറിയിട്ടുണ്ടായിരുന്നു. നമ്മുടെ കുംഭരാശിയിൽ നിന്നും മീനൻ രാശിയിലേക്ക് അല്ലെ. നമ്മുടെ ശനി നമ്മളെ വിട്ട് മാറിയ ടൈമാണ്. അതുപോലെ തന്നെ മെയ് 14 വ്യാഴം ഇടവത്തിൽ നിന്ന് മിഥുന രാശിയിലേക്കും, മെയ് 18 നമുക്ക് രാഹു കേതുക്കള് ഛായാഗ്രഹങ്ങള് രാശി മാറിണ്ടായിരുന്നു. മീനത്തിൽ നിന്ന് കുംഭത്തിലേക്കും കന്നിയിൽ നിന്ന് ചിങ്ങരാശിയിലേക്ക് രാശി മാറിണ്ടായിരുന്നു. ഏകദേശം നോക്കി നമ്മൾ ഒരു വർഷത്തെ ഫലമാണ് പറഞ്ഞത്. കാരണം വ്യാഴം ഒരു വർഷമാണ് നിൽക്കുക. അതുകൊണ്ട് തന്നെ നമ്മൾ 2026 മെയ് വരെ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്, അതിൻ്റെ ഇടയ്ക്ക് നടക്കുന്ന ട്രാൻസിഷന്റെ ഒരു കമ്പൈൻഡ് പ്രിഡിക്ഷൻ ആണ് ഇതെന്ന് പറയുന്നത്. മെയിൻലി നമ്മൾ ഫോക്കസ് ചെയ്യുന്ന ഈ 4 ഗ്രഹങ്ങളെയാണ്. എന്നിരുന്നാലും മറ്റുള്ള ഗ്രഹങ്ങളും അതിന്റെ മാറ്റങ്ങളൊക്കെ നമ്മൾ നോക്കിയിട്ടുണ്ട്. എന്നിരുന്നാലും പ്രധാനമായിട്ട് നമ്മൾ നോക്കി ഈ 4 ഗ്രഹങ്ങളുടെ മാറ്റത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഈ 4 ഗ്രഹങ്ങളുടെ രാശിയുടെ മാറ്റം ഓരോ മകര രാശിക്ക് എങ്ങനെയുണ്ടെന്നുള്ള വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. കാണാത്തൊരിടത്ത് കാണുക. അപ്പൊ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാവും. അതുപോലെ തന്നെ ഇത് കാണുക. ഓക്കെ, ഇത് കണ്ടിട്ട് അത് കാണുക, അല്ലെങ്കിൽ അത് കണ്ടിട്ട് ഇത് കാണുക. ഓക്കെ, എന്തായാലും കാണുക. കണ്ടു കഴിയുമ്പോൾ കുറച്ച് ഐഡിയാസ് കിട്ടും. നിങ്ങളെ പേടിപ്പിക്കാനുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ ടെൻഷൻ അടിക്കാൻ, അല്ലെങ്കിൽ എക്സ്പെക്ടേഷൻസ് തരാനുള്ള ഒരു വീഡിയോസും ഇല്ല. കൃത്യമായിട്ട് നിങ്ങൾ അറിയേണ്ട കാര്യം എന്താണ് അത് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഓക്കെ, നമ്മൾ നോക്കി കഴിഞ്ഞാൽ രാഹു മാറ്റമൊക്കെ വീഡിയോ കണ്ടന്റ് ആയിട്ട് ഏകദേശം 2 മിനിറ്റ് താഴെയാണ് ഇട്ടിട്ടുള്ളൂ. ഓക്കെ, മറ്റേ വ്യാഴവും ശനിയും എനിക്ക് തോന്നുന്നു കുറച്ച് കൂടുതലുണ്ടെന്ന് തോന്നുന്നു. രാഹു കേതു മാറ്റം 2 മിനിറ്റ് ഏകദേശം. പക്ഷെ അറിയേണ്ട കാര്യങ്ങൾ, അതിന് അഫക്റ്റ് ആവുന്ന ഏരിയാസ് മാത്രമേ നമ്മൾ എല്ലാത്തിനും പറഞ്ഞിട്ടുള്ളൂ. അല്ലെങ്കിൽ ശ്രദ്ധിക്കാൻ നിങ്ങൾക്ക് കിട്ടുന്നത് എന്താണ് അത് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ എല്ലാ വീഡിയോസിലും. ഓക്കെ, അതുപോലെ തന്നെ മകരരാശിയെ സംബന്ധിച്ച് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ശനി എന്ന് പറയുന്നത് നമുക്ക് 3-ലാണ് നിൽക്കുക. ഓക്കെ, വ്യാഴം എന്ന് പറയുന്ന 6-ലും, സർപ്പം അതായത് രാഹു എന്ന് പറയുന്നത് 2-ലും, കേതു എന്ന് പറയുന്നത് 8-ലാണ് നിൽക്കുക. ഓക്കെ, നിങ്ങളിപ്പോ ഏത് ഏജിലുള്ളവരും ആയിക്കോട്ടെ, ചെറിയ കുട്ടികൾ മുതൽ മുതിർന്ന ആളുകൾ വരെ, ഓക്കെ, നിങ്ങളുടെ ഒരു ഫുൾ ഔട്ട്കം. പക്ഷെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു പല മാറ്റങ്ങളും, നമ്മളിപ്പോ കുറെ ദുഃഖങ്ങൾ, പല സങ്കടത്തിലൂടെ കടന്നു വന്നവരാണ്. നമുക്ക് പലതരത്തിലുള്ള ദുഃഖങ്ങളൊക്കെ അനുഭവിച്ചു. അതിൽ നിന്നൊരു ചെറിയ മാറ്റം, അല്ലെങ്കിൽ ഒരു മാറ്റം നമുക്ക് ജീവിതത്തിൽ ഉണ്ടാവും എന്ന് പറഞ്ഞത്, നമുക്കൊരു വെളിച്ചം കിട്ടും. നമുക്കൊരു വെളിച്ച പ്രകാശം, ഇരുണ്ട മുറിയിൽ നിന്നൊരു വാതിൽ തുറക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന പ്രകാശം നമുക്ക് കിട്ടും നമ്മുടെ ജീവിതത്തിൽ. അപ്പൊ ചിലവർക്ക് അങ്ങനെ ചിന്ത ഉണ്ടാവും, എന്റെ ജീവിതത്തിൽ എനിക്കൊരു മാറ്റം വരുന്നില്ലല്ലോ, എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്ന് നിങ്ങളുടെ മൈൻഡ് സെറ്റ് ചെയ്യാൻ ഏറ്റവും വലിയ പ്രശ്നമാണ്. ഓക്കെ, ഒരു പ്രധാന പ്രശ്നമാണ്. അല്ല, ആദ്യം തന്നെ ഞാൻ വേറെ ദോഷങ്ങളാണ് മൈൻഡ് സെറ്റിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ. എനിക്കെന്നും കഷ്ടകാലമാണ്, എനിക്കെന്നും ദുഃഖങ്ങളാണ്, എനിക്കെന്നും വേദനകൾ മാത്രമേ ഉള്ളൂ, എനിക്ക് മാത്രമേ കഷ്ടകാലമുള്ളൂ. ഈ ഒരു ചിന്തകള് എന്നും നമ്മളെ ആ കഷ്ടകാലത്തിലേക്ക് തന്നെ വിടുള്ളൂ, മുമ്പോട്ട് കൊണ്ടുപോയേയില്ല. നിങ്ങൾക്ക് എത്ര ഭാഗ്യം ഉണ്ടെന്ന് പറഞ്ഞാലും, എത്ര നന്മകൾ വരുമെന്ന് പറഞ്ഞാലും, നിങ്ങളുടെ മൈൻഡ് സെറ്റ് അല്ലെങ്കിൽ നിങ്ങളുടെ തോട്ട് ഇങ്ങനെയാണെങ്കിൽ ഒരിക്കലും നിങ്ങൾ ഡെവലപ്പ് ആവാനേ പോകുന്നില്ല. അത് ഒരു രാശിക്കാരും ഈ ഒരു മൈൻഡ് സെറ്റോട് നിന്ന് ഒരിക്കലും ഡെവലപ്പ് ആവില്ല. ഓക്കെ, അപ്പൊ മകരത്തിന് അനുകൂലമായ സമയമാണ് വന്നിരിക്കുന്നത്. ഇവിടെ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ബിലീവ് ചെയ്യുക, എനിക്ക് നല്ല ടൈമാണ്, എന്നിലേക്ക് നല്ലത് വന്നുകൊണ്ടിരിക്കുക, എനിക്ക് പോസിറ്റീവ് എനർജി കിട്ടുന്നുണ്ട്. എനിക്ക് എന്റെ മുമ്പിൽ ഇനി നടക്കുന്ന കാര്യങ്ങളിൽ എന്റെ നന്മയ്ക്ക് വേണ്ടിയാണെന്നുള്ളൊരു തോട്ട് നമ്മൾ ഇൻസേർട്ട് ചെയ്യുക. എന്നുവെച്ചാൽ ഇത്ര നാളും ദുഃഖത്തിലോടും വിഷമത്തിലോടും സങ്കടത്തിലോടൊക്കെ കടന്നു പോകുന്നതുകൊണ്ട് പെട്ടെന്ന് അതിൽ നിന്ന് മാറുക എന്ന് പറയുന്നത് നമുക്ക് തന്നെ ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഇത്ര നാളും എപ്പോഴും ദുഃഖമായിരുന്നു, സങ്കടമായിരുന്നു, വിഷമമായിരുന്നു. ഇപ്പോഴും നമ്മുടെ മൈൻഡില്, നമ്മുടെ സബ് കോൺഷ്യസിൽ രജിസ്റ്റർ ആയിട്ടുണ്ടാവും. കാരണം കുറെ വർഷങ്ങളായിട്ട് നമ്മൾ ഈ ദുഃഖത്തിലും സങ്കടത്തിലും വിഷമത്തിലും കണ്ണീരിലൂടെ ആയിരിക്കും നമുക്ക് കടന്നു വന്നത് മകരരാശി.
സോ പെട്ടെന്ന് അതിൽ നിന്ന് ചേഞ്ച് വരും എന്ന് പറഞ്ഞാൽ നമുക്കൊരു സന്തോഷം നമുക്ക് കോൺഷ്യൻസിലുണ്ടെങ്കിൽ സബ് കോൺഷ്യസിൽ അത് അഡാപ്റ്റ് ചെയ്യാനായിട്ടില്ല. സോ നമ്മൾ എന്ത് ചെയ്യുക, ഇനി സബ് കോൺഷ്യസ് മൈൻഡിനെ പറഞ്ഞ് പഠിപ്പിക്കുക, നല്ല സമയമാണ്, നല്ലതാണ് നടക്കുന്നതാ, ഓക്കെ, വീഡിയോസ് എടുത്ത് കാണുക, ഓക്കെ, എന്നിട്ട് ഉറപ്പിക്കുക. ഓക്കെ, ആ ഒരു വീഡിയോസ് കണ്ടിട്ട് ഞാൻ എല്ലാ വീഡിയോസും ഡീറ്റെയിൽസ് ആയിട്ട് എന്നെ പറഞ്ഞിട്ടുണ്ട്, മകരരാശിക്കാരുടെ എല്ലാ രാശിയിലും പറഞ്ഞിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളിപ്പോൾ മകരരാശിയുടെ വീഡിയോ കാണുന്നത് നിങ്ങൾ മകരരാശിയിൽ നിങ്ങൾ വീട്ടിൽ മകരരാശി ഉണ്ടാവും, അതുകൊണ്ടായിരിക്കും കാണുന്നത്. സോ നിങ്ങൾ എന്ത് ചെയ്യുക, അത് ഉറപ്പിക്കുക, ബിലീവ് ചെയ്യുക, പോസിറ്റീവായിട്ട് ബിലീവ് ചെയ്യുക. അതുപോലെ ഇനി നെഗറ്റീവ് ചിന്തിക്കുകയോ ചെയ്യില്ല. നമുക്ക് എതിരായിട്ടുള്ളവരും ആരുടെയും നെഗറ്റീവ് നമ്മൾ ചിന്തിക്കുകയോ പ്രവർത്തിക്കുകയോ പറയുകയോ ചെയ്യില്ല. അതിൽ പ്രാകുന്ന സ്വഭാവമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റിയേക്കുക. അതൊക്കെ നമുക്ക് നെഗറ്റീവായി വരുന്ന എഫക്റ്റുകളാണ്, അവർക്കല്ല നമുക്ക് നെഗറ്റീവായി എഫക്റ്റ് ആവുന്നത്. അതല്ലാതെ നോർമലി ഒരാൾ സംസാരിക്കും അവൻ എന്താണ് ഇതായി പോണം, അല്ലെ അവന് ഒരിക്കലും ഗതി പിടിക്കില്ല എന്നൊക്കെ പറയുമ്പോൾ ശരിക്കും അവരല്ല ഗതി പിടിക്കാതിരിക്കാൻ, നമ്മൾ തന്നെയായിരിക്കും ഗതി പിടിക്കാതിരിക്കണേ. സോ ആ തോട്ടുകളൊക്കെ മാറ്റുക, ആ ചിന്തകളെ മാറ്റുക. കാരണം ചിലപ്പോൾ അവർ നിങ്ങൾക്ക് ഒത്തിരി കഷ്ടങ്ങൾ ചെയ്തതായിരിക്കും, ഒത്തിരി ദുഷ്ടതകൾ ചെയ്തതായിരിക്കും, എന്തും ആയിക്കോട്ടെ, എല്ലാം എന്താണ് മുകളിലിരിക്കുന്ന ആൾ കാണുന്നുണ്ട്. നമ്മൾ വിശ്വസിക്കുന്ന ദൈവം അത് കാണുന്നുണ്ട്. നമ്മൾ പ്രത്യേകിച്ച് അതെടുത്ത് പറയേണ്ട ആവശ്യമില്ല. ഓക്കെ, നമ്മൾ ചെയ്യുന്ന കൃത്യമായിട്ട് നമ്മൾ റൈറ്റ് ആയിട്ടാണ് പോകുന്നതെങ്കിൽ, നമ്മൾ വേറൊരാളുടെ ദോഷം ആഗ്രഹിക്കാതെയാണ് മുന്നോട്ട് പോകണമെങ്കിൽ, നമ്മളെ വേദനിപ്പിക്കണം, നമ്മളെ ദുഃഖിപ്പിക്കണം, നമ്മളെ സങ്കടപ്പെടുത്തണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് നാശം ഓട്ടോമാറ്റിക്കലി ഉണ്ടാവും. ഓക്കെ, അവർ ചെയ്യുന്ന കർമ്മത്തിന്റെ ഫലം അവർ എന്തായാലും അനുഭവിക്കും. ഓക്കെ, അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം, അതുപോലെ നിങ്ങൾ ചെയ്യുന്ന കർമ്മത്തിന്റെ ഫലം നിങ്ങൾ അനുഭവിക്കുക. അതുകൊണ്ട് തന്നെ നമ്മൾ നന്നായി ചെയ്യാം. നമ്മൾ ഇന്നലെ വരെ എങ്ങനെ ആയിക്കോട്ടെ, ഇന്ന് മുതൽ നമ്മൾ നന്നായി കാണുക, പോസിറ്റീവ് ആയിരിക്കുക. പറ്റുമ്പോഴൊക്കെ നമ്മൾ എന്ത് ചെയ്യുക, അന്നദാനങ്ങളൊക്കെ നടത്തുക. ഭയങ്കര പോസിറ്റീവ് ആയിട്ടുള്ള കാര്യമാണ്. അത് അർഹതപ്പെട്ടവർക്ക് കൊടുക്കുക കേട്ടോ, അല്ലാതെ അല്ല, അർഹതപ്പെട്ടവർക്ക് കൊടുക്കുക. ഓക്കെ, അങ്ങനെയൊക്കെ ചെയ്ത് മുന്നോട്ട് പോവാ. ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഒരു യാത്രയുടെ ഒരു പുതിയ പാത നമുക്ക് കിട്ടുന്ന അവസ്ഥ, അല്ലെങ്കിൽ നമ്മുടെ ഒരു പുതിയ പാതയിലേക്ക് കയറുന്ന ഒരു ടൈം ആയിരിക്കും ഇതെന്ന് പറയുന്നത് കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിലായാലും മാറ്റങ്ങൾ സംഭവിക്കുമെന്ന് നമ്മൾ പൂർണ്ണമായിട്ട് ബിലീവ് ചെയ്യുക. എനിക്ക് ദുഃഖത്തിൽ നിന്ന് ഞാൻ രക്ഷപ്പെടും, എനിക്ക് നന്മയാണ് വരാൻ പോകുന്നത്, ഞാൻ നല്ല സെറ്റ് ആവുകയാണ്, പഠന കാര്യങ്ങളിലായാലും ഈ പരീക്ഷയ്ക്ക് ഞാൻ വിജയിക്കുമോ എന്ന് ഡൗട്ട് അടിക്കാതെ വിജയിക്കും, ഞാൻ പഠിച്ചിട്ടുണ്ട്, ഞാൻ വിജയിക്കും. സോ നിങ്ങൾ എന്ത് ചെയ്യണം, പഠിക്കണം. ഓക്കെ, അതാണ് ഫസ്റ്റ് ഏറ്റവും മേജർ പോർഷൻ എന്ന് പറയുന്നത്. അതാണ് വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം, പഠിക്കുക, അത് കഴിഞ്ഞിട്ട് വിശ്വസിക്കുക. അപ്പൊ എന്ത് ചെയ്യും, മുമ്പോട്ട് പോകാൻ പറ്റും. അല്ലാതെ പഠിക്കാതിരുന്നിട്ട് ഞാൻ ജയിക്കും എന്ന് വിചാരിച്ചിട്ട് കാര്യമില്ല. അവിടെ നിങ്ങൾക്ക് ഏതാണ് എന്തെങ്കിലും അറിഞ്ഞാലല്ലേ പേപ്പറിൽ എന്തെങ്കിലും എഴുതി വെക്കാൻ പറ്റുള്ളൂ. ആ പേപ്പറിൽ എന്തെങ്കിലും എഴുതിയിട്ടുണ്ടല്ലേ മാർക്ക് ഇടുന്നവർക്ക് എന്തെങ്കിലും മാർക്ക് ഇടാൻ പറ്റുള്ളൂ. സോ ആ കാര്യങ്ങൾ നോക്കുക. തൊഴിൽ സംബന്ധമായിട്ട് നോക്കിയാലും നമുക്ക് അനുകൂലമായിട്ട് അവസ്ഥയിലൊക്കെ കിട്ടും. സന്താന ഭാഗ്യത്തിൽ നോക്കുന്നവർക്ക് അനുകൂലമാണ്. നമ്മുടെ ജീവിതത്തിൽ വലിയ തടസ്സങ്ങളൊന്നും ഉണ്ടാവില്ല ഇനി മുമ്പോട്ടെന്ന് പറയുന്നത് കേട്ടോ. ഈ ടൈം എന്ന് പറയുന്ന ഈ ഒരു വർഷക്കാലത്ത് വലിയ തടസ്സങ്ങളൊന്നും നമുക്ക് കാണാൻ പറ്റില്ല. വിദേശ യാത്രകൾ പറയാൻ സമയമാണ്. തൊഴിൽ നോക്കുകയാണെങ്കിൽ അനുകൂലമാണ്. ബിസിനസ്സിൽ ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ കിട്ടും. നമ്മുടെ കടങ്ങളൊക്കെ നമുക്ക് കുറയ്ക്കാൻ പറ്റുന്ന സമയം തന്നെയായിരിക്കും. ആരോഗ്യ കാര്യങ്ങളിലൊക്കെ ഉണ്ടായിരുന്ന പ്രശ്നങ്ങളൊക്കെ മാറി കിട്ടുന്ന സമയമായിരിക്കും കേട്ടോ. നമ്മൾ ഇവിടെ ഈ സമയത്ത് നമ്മൾ വലുതായിട്ട് ചിന്തിക്കുക, വലിയ കാര്യങ്ങൾ ചിന്തിക്കുക, വലിയ കാര്യങ്ങൾ നമുക്ക് നേടി നിൽക്കുന്നതായി വിശ്വസിക്കാം. നമ്മൾ എന്താണ് പോസിറ്റീവ് ആവുന്നത് വിചാരിക്കുക. ഇവിടെ ഞാൻ പറയുകയാണെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ ഇവിടം വരെ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്താണ്, നിങ്ങൾക്ക് ഇപ്പോഴും ഒരു പോസിറ്റീവായിട്ടൊരു ഫീല് കിട്ടുന്നില്ല എന്താണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, കൃത്യം ഡെയിലി നിങ്ങൾക്ക് ഇഷ്ടമുള്ള ദേവനെ ഡെയിലി ആരാധിക്കുക. ഇഷ്ടമുള്ള ദേവന്റെ മന്ത്രം നിങ്ങളാൽ പറ്റുന്ന അത്ര തവണ ഉരുവിട്ടുകൊണ്ടേ ഇരിക്കുക. അത് ഒച്ചയിൽ പറയുന്നതല്ല, നമ്മൾ മനസ്സിൽ നമുക്ക് കേൾക്കാവുന്ന രീതിയിൽ പറഞ്ഞാൽ മതി. എപ്പോഴും നമ്മൾ ഇഷ്ടദേവനെ മനസ്സിൽ വിചാരിച്ചുകൊണ്ടേ ഇരിക്കുക. ഓക്കെ, ഹാപ്പി ആയിട്ട് മുന്നോട്ട് പോവാം. ഇവിടെ തന്നെ എന്താണ്, താരെ കമന്റ് ചെയ്യുമ്പോഴായാലും നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ ഇഷ്ടദൈവത്തിന്റെ പേരും കൂടി താരെ കമന്റ് ചെയ്ത്, അല്ലെങ്കിൽ ഇഷ്ടദൈവത്തിന്റെ മന്ത്രം താരെ കമന്റ് ചെയ്യാം. ആ ഒരു കമന്റ് എഴുതുമ്പോൾ ഉള്ള ബെനിഫിറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു പോസിറ്റീവ് എഫക്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളൊന്ന് എഴുതുമ്പോൾ അത് നിങ്ങളൊന്ന് വായിച്ചു. ഓക്കെ, കമന്റുകൾ നോക്കുന്ന ആളുകളുണ്ടാവും. കമന്റ് നോക്കുന്നവരും എന്താണോ ഒരാണ് ഈ കമന്റ് എന്താ അവരും ഒന്ന് കണ്ണോടിച്ചു, സോ ഒന്ന് വായിച്ചു. സോ നമ്മൾ ചെയ്തൊരു പോസിറ്റീവ് എഫക്റ്റ് കാരണം നമ്മളൊരു പോസിറ്റീവ് ഇൻപുട്ട് ഇട്ടു. സോ നമ്മൾ ഇട്ടതുപോലെ തന്നെ മറ്റുള്ളവർ ഇടുമ്പോൾ അവരിടുന്ന കമന്റ് നിങ്ങളും കാണുന്നു. സോ ഓട്ടോമാറ്റിക്കലി ഒരു പോസിറ്റീവ് എനർജി എന്ത് ചെയ്യും, നിറയും. ഓക്കെ, ഒരു നെഗറ്റീവ് നോക്കാതെ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ നോക്കി 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 പോവുക. അപ്പൊ നിങ്ങൾക്ക് കുറച്ചുകൂടി നല്ലതാക്കും. അതുപോലെ ഇതുവരെ നമുക്ക് റിസൾട്ട് ആയാലും നമ്മുടെ ജാതകം കൂടി ഒന്ന് പരിശോധിക്കുന്നത് നല്ലതായിരിക്കും. കാരണം എന്താണ്, നമുക്കൊരു പോസിറ്റീവ് നല്ല ടൈം വരുമ്പോൾ നമുക്കത് കിട്ടണം, അനുഭവിക്കണം. പറ്റിയില്ലെങ്കിൽ അതിന്റെ കാരണം എന്താണ് നമ്മൾ ഐഡന്റിഫൈ ചെയ്ത് കണ്ടുപിടിച്ചാലേ നമുക്ക് ആ ഒരു പോസിറ്റീവ് എഫക്റ്റ് നമ്മളിലേക്ക് എത്തുള്ളൂ. ഓക്കെ, അതുകൊണ്ട് ചെയ്യുക കേട്ടോ. പക്ഷേ ഈ ബിലീവ് ഒക്കെ ചെയ്തിട്ട് നിങ്ങൾക്ക് അത് കിട്ടുന്നില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാം, ഒന്ന് കൺസൾട്ട് ചെയ്യുന്നത് നല്ലതായിരിക്കും. ഓക്കെ, ഓട്ടോമാറ്റിക്കലി അപ്പൊ നമുക്ക് എന്തുകൊണ്ടാണ് കാരണം എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഓക്കെ, ഹാപ്പി ആയിട്ട് തന്നെ സന്തോഷമായിട്ട് തന്നെ മുന്നോട്ട് പോകും കേട്ടോ. ഇത്രയൊക്കെയാണ്
നമ്മുടെ രാശിഫലം അല്ലെ ലഗ്നഫലം എന്ന് പറയുക കേട്ടോ. രണ്ടിനും കൂടി അനുസരിതമായിട്ടാണ് നമ്മൾ വീഡിയോ ചെയ്തതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. നമ്മുടെ പേര് നക്ഷത്രവും താരെ കമന്റ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ക്ഷേത്രത്തിൽ നടക്കുന്ന പാഠത്തിന് നിങ്ങളുടെ പേര് നക്ഷത്രം ഉൾപ്പെടുത്തുന്നതായിരിക്കും കേട്ടോ. അപ്പൊ പേര് നക്ഷത്രം കമന്റ് ചെയ്യുന്നവര് ഒന്ന് വീഡിയോ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തുക കേട്ടോ. എന്നിട്ട് എന്ത് ചെയ്യുക, പേര് നക്ഷത്രം താരെ കമന്റ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും. അതുപോലെ തന്നെ വീഡിയോ കാണുന്ന എല്ലാവരും തന്നെ നിങ്ങളുടെ പ്രാർത്ഥനയിലും നിങ്ങളുടെ പേര് നക്ഷത്രം കമന്റ് ചെയ്യുന്ന പോലെ തന്നെ ആ മറ്റുള്ള പേര് നക്ഷത്രക്കാരുടെ വേണ്ടിയും കൂടി എന്ത് ചെയ്യുക, ഒന്ന് പ്രാർത്ഥിക്കുക. അപ്പൊ ഫലം ഇരട്ടിയായിട്ട് കിട്ടും കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ പെഡിഷന്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ ഇതെന്ന് പറയുന്ന ഒരു കോമൺ പെഡിഷൻ മാത്രമാണ് അല്ലെ. നമ്മൾ ഓരോരുത്തരുടെ ജാതകം മേടിച്ചിട്ട് തരുന്ന പെഡിഷൻസ് അല്ല. കോമൺ ആയിട്ട് ഇന്ന രാഷ്ട്രീയക്കാർക്ക് ഇന്ന രത്നക്കാർക്ക് ഇന്നൊക്കെ ഫലങ്ങൾ വരാൻ സാധ്യതയുണ്ട്, ഇന്നൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. സോ അതൊക്കെ അനുസരിച്ച് മുന്നോട്ട് പോവാം. ഇത് ഒരു പേഴ്സണാലിറ്റി ആയിട്ട് എടുക്കണം. നമ്മുടെ വ്യക്തിപരമായിട്ട് ഇപ്പൊ പലരും ചിന്തിക്കാണ്ട് ഈ പറഞ്ഞ ഫലങ്ങളൊന്നും എനിക്ക് കിട്ടാറില്ലല്ലോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ജാതകം നമ്മൾ പരിശോധിക്കുന്നില്ല. ഞാൻ പറയാനുണ്ട്, നമ്മുടെ ജാതകം പരിശോധിച്ച് അല്ലെങ്കിൽ നമുക്ക് സ്വയം നമ്മുടെ ജാതകം കണക്ട് ചെയ്യാൻ അറിഞ്ഞിരിക്കണം. ഈ ഗോചര ഫലത്തിനോട് നമ്മുടെ ജാതക ഫലവും കൂടി കണക്ട് ചെയ്ത ഗ്രഹങ്ങളുടെ ശക്തിയും ബലങ്ങളെല്ലാം മനസ്സിലാക്കി കണക്ട് ചെയ്തിട്ട് നമുക്ക് പിടിച്ച് ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ ആ ഒരു കാര്യം വായിച്ചെടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടി നിങ്ങൾക്ക് അക്യൂറേറ്റ് ആയിട്ട് മനസ്സിലാവും. അത് എഴുതിയെങ്കിൽ എന്ത് ചെയ്യണം, നമ്മളൊരു നല്ല കാര്യത്തിന് ഇറങ്ങാൻ പോവുകയാണ്, നമ്മൾ മൊത്തത്തിൽ പ്രശ്നത്തിനാണ് നിൽക്കണമെങ്കിൽ നമുക്ക് നല്ല ഫലം നമുക്ക് അനുഭവിക്കാൻ പറ്റുന്നില്ലെങ്കിൽ അതെന്താണ് അതിന്റെ റീസൺ. നമുക്കൊരു നല്ല ഫലം ടൈമാണ്, എന്തുകൊണ്ട് കിട്ടുന്നില്ല അത് മനസ്സിലാക്കേണ്ട ആരുടെ ഉത്തരവാദിത്തമാണ്, നമ്മുടെ ഓരോരുത്തരുടെ ഉത്തരവാദിത്തമാണ് അത്. ഓക്കെ, അങ്ങനെ മനസ്സിലാക്കി മുന്നോട്ട് പോവാ കേട്ടോ. അതുപോലെ നമ്മുടെ ഇപ്പൊ ദശ ഏതാണ്, നമുക്കിപ്പോ നടക്കുന്ന അപകാരം ഏതാണ്, നമുക്ക് നമ്മുടെ ജാതകത്തിൽ ഏതൊക്കെ ഗ്രഹങ്ങൾക്കാണ് ബലമുള്ളത്, ഏതൊക്കെ ഗ്രഹങ്ങൾക്കാണ് ബലം കുറവുള്ളത്, നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന മറ്റുള്ള ഘടകങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ള കാര്യങ്ങളും, അതുപോലെ തന്നെ നമ്മുടെ ഹാർഡ് വർക്കും നല്ല ടൈം ആയെങ്കിൽ നമ്മൾ അതുപോലെ വർക്ക് കൂടി ചെയ്യുമ്പോൾ മാത്രമേ റിസൾട്ട് കിട്ടുള്ളൂ. ഓക്കെ, ഞാൻ എല്ലാ വീഡിയോയും നമ്മുടെ ചാനൽ തുടക്കം തൊട്ടേ ഞാൻ പറയുന്ന കാര്യമാണ്. സോ ആ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് മുന്നോട്ട് ഹാപ്പി ആയിട്ട് പോകട്ടോ. പിന്നെ നല്ലത് പ്രതീക്ഷിക്കുക. നമ്മൾ ഒത്തിരി നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മുടെ ബ്രെയിനിന് കൊടുക്കുന്നെങ്കിൽ ഓട്ടോമാറ്റിക് നമുക്ക് നെഗറ്റീവ് മാത്രമേ വരുള്ളൂ. എനിക്ക് ഒരു കാലത്ത് ഞാൻ രക്ഷപ്പെടില്ല എന്ന് നിങ്ങൾ വിചാരിച്ചാൽ നിങ്ങൾ ഒരിക്കലും ഒരു കാലത്ത് നിങ്ങൾ രക്ഷപ്പെടാൻ പോകുന്നില്ല. ഓക്കെ, നിങ്ങൾ വേറൊരാൾ നശിച്ചുപോട്ടെന്ന് പറഞ്ഞാലും അവർ നശിച്ചില്ലെങ്കിലും നിങ്ങൾ സ്വയം നശിക്കുക. ഓക്കെ, നമ്മൾ കൊടുക്കുന്ന ഇൻഫോർമേഷൻ അല്ലെങ്കിൽ നമ്മൾ കൊടുക്കുന്ന ഈ വാക്കുകൾ എന്ന് പറയുന്നത് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് എന്ത് ചെയ്യും, രജിസ്റ്റർ ചെയ്യും. സബ് കോൺഷ്യസ് മൈൻഡ് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓട്ടോമാറ്റിക്കലി അത് എന്ത് ചെയ്യും, നമ്മളിലേക്ക് അത് വരികയായിരിക്കും. ഓക്കെ, അപ്പൊ എപ്പോഴും പോസിറ്റീവായിട്ട് ചിന്തിക്കുക, പോസിറ്റീവായിട്ട് പ്രവർത്തിക്കുക, പോസിറ്റീവായിട്ട് പറയുക. ഇപ്പൊ അത് മോശ സമയമാണെങ്കിൽ പോലും നിങ്ങൾക്ക് നല്ല സമയങ്ങൾ വരുന്നു അല്ലെങ്കിൽ നല്ലതായി നടക്കുന്നു എന്ന് നിങ്ങൾ ഓട്ടോമാറ്റിക്കലി ചിന്തിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി പറയുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി ആ കാര്യം നല്ലതായിട്ട് നടക്കാനുള്ള ചാൻസ് ഭയങ്കര കൂടുതലാണ് കേട്ടോ. നിങ്ങൾ ബിലീവ് ചെയ്യണം. ബിലീവ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അവിടെ ഡൗട്ട് ഉണ്ടാവുമല്ല. ബിലീവ് ചെയ്യുക, പിന്നെ മുന്നോട്ട് നിങ്ങളുടെ വർക്ക് ചെയ്ത് പോവുക. കറക്റ്റായിട്ട് നിങ്ങൾ അതിന്റെ റിസൾട്ട് കിട്ടും കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് പവേഴ്സ് ക്ലബിലേക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് എന്ത് ചെയ്യാം, ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, അത് ജോയിൻ ചെയ്യാവുന്നതാണ്. ഈ മെയ് 18 മെയ് 25 നമ്മുടെ മില്യനർ സക്സസ് മന്ത്രയുടെ ക്ലാസ് നടക്കുന്നുണ്ട്. മെയ് 18 നടക്കുന്നതെന്ന് പറയുന്നത് ഫ്രീ വെബിനാർ ആണ്. അതിന് നമ്മൾ എന്ത് ചെയ്യും, മില്യനർ സക്സസ് മന്ത്രയുടെ നമ്മളിപ്പോ ഇതുവരെ കണ്ടിന്യൂസ് എനിക്ക് തോന്നുന്നു 10 ബാച്ചായി എന്ന് തോന്നുന്നു. കൃത്യമായിട്ട് ഞാൻ കണക്ക് സൂക്ഷിക്കാറില്ല. അതുകൊണ്ട് 10ാമത്തെ ബാച്ചാണ് മില്യനർ സക്സസ് മന്ത്രയുടെ. അന്നത്തെ ക്ലാസ് ജോയിൻ ചെയ്യാം. ഇനി അല്ല, മെയ് 25 അതിന്റെ അഡ്വാൻസ് കോഴ്സ്. ഓക്കെ, അഡ്വാൻസ് കോഴ്സ് നടക്കുന്നുണ്ട്. അതിന്റെ ഫീസ് കാര്യങ്ങൾ വരിക എന്ന് പറയുന്നതെല്ലാം നമ്മുടെ ഗ്രൂപ്പില് നമ്മൾ അറിയിക്കുന്നുണ്ട് കേട്ടോ, പവേഴ്സ് ക്ലബിൽ. ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. ബിസിനസ് റിലേറ്റഡ് ആയിട്ടുള്ളവർക്ക് അല്ലെങ്കിൽ ഇങ്ങനത്തെ ബിസിനസ് തുടങ്ങണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക്, വരുമാനം ആഗ്രഹിക്കുന്നവർക്ക്, അങ്ങനെയുള്ളവർക്ക് വേണ്ടിയുള്ള വെബിനാർ ആണ് അതെന്ന് പറയുന്നത്. സോ അത് റിലേറ്റഡ് ആയിട്ടുള്ളവർക്ക് അത് ജോയിൻ ചെയ്യാവുന്നതാണ്. ആ ഒരു വെബിനാറിൽ പങ്കെടുക്കുകയാണെങ്കിൽ നല്ല റിസൾട്ട്. കാരണം ഇനി കുറച്ച് നാളും കൂടി ഉണ്ടാവുള്ളൂ ലൈവായിട്ട്. ബാക്കി നമ്മൾ റെക്കോർഡിലേക്ക് മാറുവാണ്. കാരണം നമുക്ക് ടൈം ഒന്ന് അലോക്കേഷൻ ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് നമ്മൾ ഇനി കൂടിപ്പോ 1-2 ക്ലാസ്സും കൂടി ആയിരിക്കും ലൈവായിട്ട് നടത്തുള്ളൂ. ബാക്കി മൊത്തം റെക്കോർഡിംഗ് ക്ലാസ്സസ് ആയിരിക്കും നമ്മൾ പ്രൊവൈഡ് ചെയ്യാന്ന് പറയാം. സോ റെക്കോർഡിംഗ് ഒരിക്കലും നമ്മുടെ ലൈവ് ക്ലാസ്സിന്റെ അത്ര എഫക്റ്റീവ് ആവില്ല. ഓക്കെ, ലൈവ് ആകുമ്പോൾ നിങ്ങൾ ഓരോരുത്തരും ഞാൻ കണ്ട് അല്ലെങ്കിൽ ഞാൻ സംസാരിച്ച് നിങ്ങളെയും കൂടി ഒന്ന്, ബട്ട് റെക്കോർഡിംഗ് ആകുമ്പോൾ അത് നടക്കൂല. ഓക്കെ, റെക്കോർഡിംഗ് ആകുമ്പോൾ ഞാനൊരു കമ്പ്യൂട്ടറിന് മുമ്പ് ഇരുന്ന് സംസാരിക്കുന്ന രീതി മാത്രമേ ഉണ്ടാവുള്ളൂ. സോ മില്യനർ സക്സസ് മന്ത്ര എന്ന് പറയുന്ന വെബിനാർ ജോയിൻ ചെയ്യാൻ താല്പര്യപ്പെട്ടിരിക്കുന്നുണ്ടെങ്കിൽ ഇതാണ് ഏറ്റവും കറക്റ്റ് ടൈം എന്ന് പറയുന്ന മെയ് 25ാമത്തെ വെബിനാറില്ല, മെയ് 25 നടക്കുന്ന മില്യനർ സക്സസ് മന്ത്രയുടെ പെയ്ഡ് വെബിനാറിലേക്ക് ജോയിൻ ചെയ്തോളൂ. നിങ്ങൾക്ക് എന്തായാലും അതിന്റെ ട്രാൻസ്ഫോർമേഷൻ അല്ലെങ്കിൽ അതിനൊരു മാറ്റം നിങ്ങൾക്ക് ഉണ്ടാവും. നമ്മുടെ പെയ്ഡ് വെബിനാറിൽ ജോയിൻ ചെയ്തവർ അതിന്റെ ബെനിഫിറ്റ് അറിയാം. അവരതിന്റെ ടെസ്റ്റിമോണീസ് ഒക്കെ നന്നായി തന്നിട്ടുണ്ട്. സോ ഇനി മുമ്പോട്ടും നിങ്ങളുടെ ലൈഫ് അടിപൊളിയാവണം. നമ്മൾ അഫർമേഷൻസ് ഒക്കെ
പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അതെങ്ങനെ അഫർമേഷൻ കിട്ടിയോന്ന് വിചാരിച്ചില്ല, അതെങ്ങനെ യൂസ് ചെയ്യുന്നതും കൂടി അറിഞ്ഞാൽ മാത്രമാണ് നമുക്ക് അതുകൊണ്ട് ഒരു പ്രയോജനമുള്ളൂ. സോ അതിനെല്ലാം ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ മെയ് 25 പഠിപ്പിക്കുന്നുണ്ട്. സോ വെബിനാർ ജോയിൻ ചെയ്യുന്നവർക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പം നമ്മുടെ പവർ സ്കൾപ്പ് ജോയിൻ ചെയ്യാൻ വേണ്ടി നിൽക്കുന്നവർക്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ട് കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യും കേട്ടോ. നിങ്ങളുടെ സബ്സ്ക്രൈബും ലൈക്കും കമന്റ്സും ഒക്കെയാണ് നമുക്ക് നല്ലൊരു മോട്ടീവ്. നമുക്കൊരു വീഡിയോ പ്രിപ്പയർ ചെയ്യാം. നമുക്കിപ്പോൾ 1 വീക്ക് ടൈം എടുത്താലും ഈ വീഡിയോ പ്രിപ്പയർ ചെയ്യുന്നെങ്കിലും അതിന്റെ എഫക്റ്റ് നമുക്ക് തോന്നാതിരിക്കണമെങ്കിൽ നിങ്ങളുടെ ലവ് ആൻഡ് സപ്പോർട്ടാണ് ഏറ്റവും പ്രധാനം. ഞാൻ ഇപ്പോഴും കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസ് ചെയ്യുന്നതിന്റെ കാരണം അത് മാത്രം ആ വീഡിയോസ് അത്ര പ്രൊഡക്റ്റീവ് ആക്കി മാറ്റുന്നത്. കാരണം ഓരോ രാശിയുടെ ഫലങ്ങളും വേണമെങ്കിൽ നമുക്ക് നിസ്സാര കുറച്ച് സമയം കൊണ്ട് വീഡിയോ പ്രിപ്പയർ ചെയ്ത് ഇടാവുന്നതാണ്. പക്ഷെ അതല്ലാതെ നമ്മൾ ടൈം എടുത്ത് ഏകദേശം 1 വീക്ക് ടൈം എടുത്താണ് ഒരു മന്ത്ലി പ്രഡിക്ഷൻ ആയാലും ഒരു ട്രാൻസിറ്റ് പ്രഡിക്ഷൻ ആയാലും നമ്മൾ എന്ത് ചെയ്യണേ മൊത്തം കാൽക്കുലേറ്റ് ചെയ്തിട്ട് അതിന്റെ പ്രഡിക്ഷൻസ് എഴുതി ഞാൻ ഒരു കാര്യം നിങ്ങൾക്ക് അറിയിക്കേണ്ട ഒരു കാര്യം വിട്ടു പോകലെന്ന് ഉറപ്പുവരുത്തി അത് നോട്ട് ചെയ്ത് വെച്ച് നിങ്ങളോട് പറയാൻ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളിലൊക്കെ പറയാൻ കാരണം നിങ്ങൾ തരുന്ന ലവ് ആൻഡ് സപ്പോർട്ട് തന്നെയാണ്. ഓക്കെ, അത് തുടർന്ന് മുമ്പോട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. മറ്റൊരു ദിവസം മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് കാണാം.